അപ്പോൾ ഇന്നൊന്ന് ആർ ടി ഓഫീസിൽ പോയി വന്നാലോ? ലൈസൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ഹൈവേക്കൊന്നും ഒറ്റയ്ക്ക് വിടൂല. ഇതാണിപ്പോൾ ബസ് കയറാൻ പോകുന്ന വഴീൻ്റെ അവസ്ഥ. പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, വണ്ടിയെടുത്ത് നേരെ ബസ് കയറാൻ പോയി. വെള്ളം കാണുന്നതിന് എനിക്ക് അലർജിയാണേ, അതുകൊണ്ട് തന്നെ നല്ല മഴ ഉണ്ട് പെയ്ത്. പിന്നെ നേരെ ബസ്സും കിട്ടി തിരൂർക്ക്. എൻ്റെ കഷ്ടകാലം എന്ന് പറയാമല്ലോ. നല്ല ബ്ലോക്കായതുകൊണ്ട് ബസ് വരെ നമ്മളെ ഇറക്കി വിട്ട് നടത്തിപ്പിച്ച്. പിന്നെ കുടയും വടിയെടുത്ത് നേരെ ആർ ടി ഓഫീസിലേക്ക്. നല്ല ബ്ലോക്കാണ് കേട്ടോ. എല്ലാവരും കാറെടുത്ത് ഇറങ്ങിക്കുക. ഈ മഴയത്തും ഷൂ ഇടാൻ കാണിച്ച് എൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുതേ. ഇനി കുറച്ച് പടി എണ്ണിയാലോ. അങ്ങനെ നമ്മൾ താഴെ പാലെത്തി. മഴ ആണെങ്കിലും ആരും വീട്ടിലൊന്നും ഇരിക്കുന്നില്ല, നല്ല ബ്ലോക്കാണേ. അങ്ങനെ ഏകദേശം നമ്മൾ എത്താനായി. തിരൂർ നഴ്സിംഗ് ഹോം ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടോ? അതെങ്ങനെ, ഞാനൊക്കെ അവിടെ ജനിച്ച് വീണിക്കണേ. അങ്ങനെ നമ്മൾ എത്തി. എന്നെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസിന് പേരെഴുതി വെച്ചിക്കണേ. അത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇത് തന്നെയാണോ ആർ ടി ഓഫീസെന്ന്. എൻ്റെ വരിങ്ങൾ കണ്ടപ്പോൾ ദേ ഇയാൾ വരെ ചോദിച്ചു. പിന്നെ അയാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിരുന്ന്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടേ. ആളെ കണ്ട് ഒക്കെ ശരിയാക്കി. എന്താ അറിയില്ല, ആളെ എന്നോട് പറയാ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കണേന്ന്. അതിപ്പോൾ എന്താ അങ്ങനെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പിന്നെ ഓക്കെ, ബായ്.